മലയാളത്തിൽ സാഹിത്യപ്രാസങ്ങൾ നിറഞ്ഞ പാട്ടുകൾ നിറഞ്ഞു തുളുമ്പുമ്പോഴായിരുന്നു മലബാറിൽ നിന്ന് ചില നാടൻ ശീലുകൾ നമ്മൾ കേട്ടത്. അത് പുത്തഞ്ചേരിക്കാരൻ ഗിരീഷിൻ്റെ വരികളായിരുന്നു. പിന്നെയും പിന്നെയും ആകാശദീപമായി തിളങ്ങുന്ന ആ സൂര്യകിരണം വീണുടഞ്ഞിട്ട് 7 വർഷമായി. ഒരു ആയുർവേദ വൈദ്യൻ്റെ മകനായി ജനിച്ച ഗിരീഷ് ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പറഞ്ഞ ചില വാക്കുകൾ ഡെമോക്രസി ഓർത്തെടുക്കുകയാണ് ഇവിടെ. എൻ്റെ അച്ഛൻ ആയുർവേദ വൈദ്യനായിരുന്നു. ഘനചന്ദന ശുണ്ഠ്യം ഭൂപർപ്പടോശീരസാധിതം ശീതം തേഭ്യോഹിതം തോയം ഭജനം ജ്വരാപകം എന്ന് ആയുർവേദം പഠിച്ചത്. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയല്ല. ഞാൻ ഓടിക്കണം, ഓടി രക്ഷപ്പെട്ടിട്ട്. കാരണം വൈദ്യം ഒരു രോഗിയൊക്കെ സംരക്ഷിക്കും. ഞാൻ മലയാളത്തിൽ ഒരുപാട് രോഗികളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. ഈ ധാങ്കണക്ക ഝല്ലം ഝല്ലം ധലാങ്ക രോഗികളാണ്, ചലച്ചിത്ര രോഗികളെ അത് ചികിത്സിക്കാൻ എനിക്കറിയാം. മറിച്ച് ജലദോഷമുള്ളവരെ ചികിത്സിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അത് അന്നേ മനസ്സിലാക്കിയ ഒരു അച്ഛന്റെ മകൻ എന്ന നിലയ്ക്ക് ഞാൻ ആയുർവേദത്തെ ഉപേക്ഷിച്ചു. തൊട്ട് നേരെ ചെന്നത് ഹോമിയോപ്പതിയിലാണ്. അതായത് നമ്മൾ സൾഫാമിക്ക അങ്ങനെയൊക്കെ മരുന്നില്ലേ, അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകം സംവിധാനം ചെയ്യും, നാടകെഴുതി സംവിധാനം ചെയ്യാൻ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് HSQലെ സ്റ്റുഡൻസിന്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ഭീകരമായ മരുന്നിന്റെ പേര് കേൾക്കുന്നത്. മരുന്നൊന്നും ഒരുപാട് വേദനയാണ്, ഒരുപാട് സങ്കടമാണ്, ഒരുപാട് പ്രാർത്ഥനയാണ്, മോക്ഷമാണ്. എല്ലാ അപ്പോത്തിക്കരിമാരും രോഗം വന്നാണ് മരിക്കുന്നത്. ഈ മരുന്നെല്ലാം കൊടുക്കുന്ന ആള് ചരകൻ മരിച്ചല്ലോ, ചരക സംഹിത ഉണ്ടാക്കിയാണ് മരിച്ചു. സുശ്രുതൻ മരിച്ചു. ഹോമിയോപ്പതി കണ്ടുപിടിച്ച സഹോദരൻ അദ്ദേഹവും ഇല്ല. ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചാണ്. അപ്പൊ മരണം നിത്യ സത്യമാണ്. മരണത്തിലേക്കുള്ള പാലങ്ങൾ എല്ലാ നമ്മൾ ടോള് പിരിക്കുന്ന മാതിരിയാണ്. ഒരു ദ്വീപിലേക്ക് ഒരു കവാടം തുറക്കും പോലെയാണ്. അപ്പൊ നമ്മൾ പാലക്കാടേക്ക് പോകാൻ വെച്ചാലും ഇവിടെ അടുത്തിപ്പോ ഒരു ടോള് പിരിക്കുന്ന സ്ഥലം ഉണ്ട്. അവിടെയും ഒരു കവാടം 2 റുപ്യ കൊടുക്കണേ. ഞാൻ മുനീറിനോട് ചോദിച്ചു, എന്തിനാണോ അത് ചെയ്യുന്നത്? 2 റുപ്യ കൊടുക്കുക, എന്നിട്ട് ഫറോക്കിലേക്ക് പോകാനേ. നടന്നു പോയാൽ മതി, ഒന്നും കൊടുക്കണ്ട. അതൊരു സൈക്കിളിൽ പോയാൽ, ഞാനൊരു സൈക്കിളിൽ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇപ്പം അന്നൊക്കെ എനിക്ക് തരുന്ന മരുന്ന് എന്താണെന്ന് എനിക്ക് രാസനിക് ആൽബം എന്ന് പറയും. എനിക്ക് എന്തിനാണ് ശ്ലോകം എന്തെന്ന് അറിയാം, എനിക്ക് എന്നുണ്ടായിരുന്നു. ആർസനിക് ആൽബം എന്നൊക്കെ ഞാൻ കേട്ടതെന്നാണ്. പിന്നെ സൾഫാ ഗുനൈഡിൻ, എന്തുള്ളത് സൾഫറോ, പിന്നെ അങ്ങനെയൊക്കെ മരുന്ന് തരുന്നത്. എന്ത് രോഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിത് പേര് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കും ഞാൻ. ഇത് ഒറ്റ പ്രശ്നങ്ങളുള്ളൂ ഹോമിയോപ്പതിക്ക്. ഇതിന് കൃത്യവും വൃത്തിയും പഥ്യവുമാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും പോലെ ഒരു ക്യാപ്സൂൾ വായിലിട്ടിട്ട് ഒരു പെഗ് കഴിക്കാൻ പറ്റില്ല. ഇതിന് നിഷ്ഠയും വൃത്തിയും ധ്യാനവും ഉണ്ടെങ്കിൽ ഈ മരുന്ന് മനസ്സിലും ഹൃദയത്തിലും ധമനിയിലും തൊടൂ എന്നെനിക്ക് എൻ്റെ ബാല്യകാലത്തിൽ മനസ്സിലായതാണ്. ഒരു തുള്ളി മരുന്നിനാൽ എൻ്റെ മരണത്തെ ഉജ്ജ്വലിപ്പിച്ച കൈവല്യമേ, നീ എന്റെ ബാല്യത്തിന്റെ കണ്ണീർ പളുങ്കിൽ ഒരമ്മ തന്നമ്മ പാലുപോൽ നീ ചുണ്ടിൽ ഇറ്റിട്ടവേ. ഒരിടവ മഴയുടെ മധുരോദാരമാകും അമൃതായി, ഒരിടവ മഴയുടെ മധുരോദാരമാകും അമൃതായി അന്നെ നീ സംരക്ഷിച്ചു. മറക്കില്ല ഞാനീ മന്ത്രമാധുര്യത്തിന്റെ പനിനീർത്തുള്ളി, മറക്കില്ല ഞാൻ ഈ മന്ത്രമാ
മാധുര്യത്തിന്റെ പനിനീർത്തുള്ളിലെ പ്രണവത്തെ പ്രാണസങ്കടത്തിന്റെ തീർത്ഥത്തെ ആയുസ്സിനെ കാക്കും അമൃത സഞ്ജീവനിയെ നന്ദി നന്ദി നമോവാദം. ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ എത്ര നല്ല വരികൾ നമുക്കായി ലഭിച്ചേനെ എന്ന് ചോദിച്ചാൽ ഓരോന്നിനും അതിൻ്റേതായ ഒരു ജീവിതകാലം പ്രപഞ്ച സൃഷ്ടാവ് കണക്കാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് പുത്തഞ്ചേരിയുടെ കാര്യത്തിലും പറയാനുള്ളത്. എന്നാലും നമുക്കായി തന്ന ശാന്തമീ രാത്രിയും വന്ദേ മുകുന്ദഹരയും നന്ദകിശോരാഹരയും ശ്രീലവസന്തവുമെല്ലാം ദൂരെയൊരു താരമായി ജ്വലിക്കുന്നുവെന്ന് ആശ്വസിച്ചുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. ലോസ് സമരത്തിന് ശേഷം വീണ്ടും കൊമ്പ് കോർത്ത് കോടിയേരിയും കാനവും. പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരലിട്ട് മൂട്. ഓ മോനെ ദിനേശ, നീ പകപോക്കുകയാണല്ലേടാ. കാനം BJPയുടെ ആളാണെന്ന് ആരോപണം. ആ തൊപ്പി ഞമ്മക്ക് ചേരില്ലെന്ന് കാനം. ഇല്ല, ആ തൊപ്പി ഞങ്ങൾക്ക് ഒരു കാരണവശാലും ചേരുന്നതല്ല. കൊലീബി സഖ്യം കേരളത്തിൽ മുൻപുണ്ടായിരുന്നതാണ്. അതിനകത്ത് CPI ഉണ്ടായിരുന്നില്ല. BJPയിൽ സീറ്റില്ലാത്ത മുകുന്ദന് RSSന്റെ പൊന്നാട. നാട്ടിൽ പുര കത്തുമ്പോൾ ബഹ്റിനിൽ വാഴവെട്ട് നടത്തി പിണറായി മുഖ്യൻ. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചു. നമസ്കാരം. കിരീടാവകാശികളുമായി മുഖ്യൻ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഓർമ്മക്കുറിപ്പിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മപ്പൂക്കൾ. ഒരിടവ മഴയുടെ മധുരോദാരമാകുമൃതായി അന്നെ നീ സംരക്ഷിച്ചു. ഇന്നത്തെ കലാപരിപാടികളുടെ സമയവും തീരുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.